ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ആൻഡ് ക്വിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം 1945 ഓഗസ്റ്റ് 6. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം 1945 ഓഗസ്റ്റ് 9. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1939. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം 1945. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്ക. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ്? രണ്ടാം ലോക മഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബിന് ഇരയായ രാജ്യം ജപ്പാൻ. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എനോളഗെ. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് ബോസ്കർ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് പോൾ ഡബ്ല്യു ടിബറ്റ്. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ മേജർ സ്വീനി. ആണവ നിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം ബഗ്വാഷ്. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് ഹിബാകുഷ. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷണം നടത്തിയത് എവിടെ വെച്ച്? പൊക്രാൻ, രാജസ്ഥാൻ. ഹിരോഷിമ, നാഗസാക്കി എന്നീ രണ്ട് അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി സുട്ടോമു യമാഗുച്ചി. യുദ്ധവും സമാധാനവും എന്ന കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയ്. Thank you all for watching our video. Hope you all like it and wait till our next video. Please like, share and subscribe.